തെരഞ്ഞെടുപ്പ് അടുത്ത സംസ്ഥാനങ്ങളിൽ മോദി സർക്കാരിന്റെ ചട്ടുകമായി പ്രതിപക്ഷത്തെ വേട്ടയാടുന്ന കേന്ദ്ര ഏജൻസികളെയാണ് കഴിഞ്ഞ 10 വർഷമായി കാണാൻ കഴിയുന്നത്. തമിഴ്നാട്ടിൽ DMK-ക്കെതിരെ, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ, കശ്മീരിൽ ഗുപ്കർ സഖ്യം രൂപീകരിച്ചപ്പോൾ ഫറൂഖ് അബ്ദുള്ളയ്ക്കെതിരെ ഇങ്ങനെ നീളുന്നു കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിന്റെ പട്ടിക. അതേസമയം അന്വേഷണം നേരിടുന്ന നേതാക്കൾ BJP-യിൽ ചേർന്നാൽ അന്വേഷണം ഇല്ലാതാകുന്നതിനും ഉദാഹരണങ്ങൾ നിരവധിയാണ്. മോദി സർക്കാരിന് കീഴിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്നതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നുവെന്ന വിമർശനമാണ് വർഷങ്ങളായി ഉയർന്നു കേൾക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പെടുക്കുന്ന സംസ്ഥാനങ്ങളിലെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങളാണ് കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തുനിന്നും വ്യാപകമായി കാണുന്നതും. കേരളം, ബംഗാൾ, തമിഴ്നാട്, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും നിരവധി ഉദാഹരണങ്ങളാണ് കാണാൻ കഴിയുക. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് 4 ദിവസം മാത്രം ബാക്കി നിൽക്കെയായിരുന്നു മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ മകൾക്കെതിരായ എൻഫോഴ്സ്മെന്റ് നടപടി ഉണ്ടാകുന്നത്. സെപ്റ്റംബർ 2019 മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് 1 മാസം മുന്നെയായിരുന്നു NCP അധ്യക്ഷൻ ശരത് പവാറിനും അജിത് പവാറിനുമെതിരായ എൻഫോഴ്സ്മെന്റ് നടപടി. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനെതിരെയും ഇത് തന്നെയാണ് ഉണ്ടായത്. ബംഗാൾ പ്രചരണ സമയത്താണ് മാർച്ച് 15-ന് 2014 അഴിമതി കേസുമായി ബന്ധപ്പെട്ട് പാർത്ഥ ചാറ്റർജിക്ക് CBI നോട്ടീസ് നൽകിയത്. മറ്റ് പല നേതാക്കൾക്കെതിരെയും ഏജൻസികൾ തിരിഞ്ഞപ്പോൾ സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ള നേതാക്കൾ BJP-യിൽ ചേർന്നു. പിന്നീട് അന്വേഷണത്തിന്റെ വേഗം ഒച്ചിഴിയുന്നത് പോലെയും. ജമ്മു കാശ്മീരിൽ ഗുപ്കർ സഖ്യം രൂപീകരിച്ചതിന് പിന്നാലെ ഏജൻസികൾ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളയെ തേടിയെത്തി. 2020 DK ശിവകുമാറിനെതിരെ കർണാടകയിൽ CBI പരിശോധനകൾ. കഴിഞ്ഞ വർഷം ജൂലൈയിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ടിനെതിരെയും സച്ചിൻ പൈലറ്റിനെതിരെയും IT, ED ഏജൻസികളുടെ നടപടി. ശിവസേന നേതാക്കൾക്കെതിരെ ഹരിയാനയിൽ, ഛത്തീസ്ഗഡിൽ, ആന്ധ്രാപ്രദേശിൽ എല്ലാം പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന നടപടികൾ തന്നെയാണ് ഉണ്ടായത്. പ്രതിപക്ഷത്തിനെതിരെ തെരഞ്ഞെടുപ്പിന് മുന്നോടി ഏജൻസികളുടെ നടപടി ഉണ്ടാകുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം ഏജൻസികൾ നടപടിയുമായി മുന്നോട്ട് പോകാറുമില്ല. കൈരളി ന്യൂസ്, ദില്ലി.